ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ഡിന്നറിനും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതുണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കഴിക്കും തോറും നമുക്കിത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റുമാണ്, ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് നീര് ചൂടുള്ള വെള്ളം ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക. 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ നല്ലതുപോലെ പൊങ്ങി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈസ്റ്റൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുക്കിയ ബട്ടറും ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മാവിൻ്റെ അളവനുസരിച്ചാണ് ഉപ്പ് ചേർക്കേണ്ടത്. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള മാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മൈദ ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗോതമ്പ് മാവ് ചേർത്താലും മതി. മൈദ ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ 2 കപ്പ് മൈദ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവെല്ലാം നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ അയവിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഒത്തിരി ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ തന്നെയാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് തേച്ച് കുഴക്കും തോറും മാവ് നല്ല സോഫ്റ്റ് ആകും. കൈ കൊണ്ട് നല്ലതുപോലെ ഉരുട്ടി നമുക്ക് കുഴച്ചെടുക്കാം. 2-3 പ്രാവശ്യമായി നമ്മൾ തേച്ച് കുഴച്ചാൽ വളരെ നല്ലൊരു മാവ് നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റും നല്ല മാർദ്ദവമുള്ള മാവായിട്ട് നമുക്ക് കിട്ടും. തേച്ച് കുഴക്കും തോറും മാവിന് മാർദ്ദവം കൂടും. ഇപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്തൊന്ന് പുരട്ടി കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അപ്പം ഞാൻ ഓയിൽ നന്നായിട്ട് ഇതിൻ്റെ പുറത്തൊക്കെ തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം തുറന്ന് നമുക്ക് ഒന്നുകൂടി തേച്ച് കുഴച്ച് കൊടുക്കാം. കയ്യിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഉരുട്ടി നമുക്കിതൊന്ന് നല്ലതുപോലെ സോഫ്റ്റാക്കി എടുക്കാം. ഇപ്പം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വീണ്ടും ഈ പാത്രത്തിലേക്ക് വെച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു തവയോ ഫ്രൈങ് പാനോ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. കുക്കിംഗ് ഓയിലോ നിങ്ങൾ എന്ത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ചേർക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. മുകൾ ഭാഗം എല്ലാം കുക്കായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. നമ്മൾ ചേർത്ത കുരുമുളക് പൊടിയാണ് ആ നടുവിൽ കാണുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്, അത് സാരമില്ല, നമുക്കിത് കട്ട് ചെയ്യാനുള്ളതാണ്. താഴെ ഭാഗം കൂടി നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ താഴെ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് താഴെ ഭാഗം മുരിഞ്ഞിട്ടുണ്ടെന്നൊന്ന് മറിച്ചിട്ട് നോക്കാം. താഴെ ഭാഗം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ടായ ഭാഗത്തു നിന്ന് നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. എത്ര പീസാക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് അത്രയും കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പം ഞാനതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 8 പീസാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതവിടെ ഇരിക്കട്ടെ, നമുക്കിനി മാവ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നമ്മൾ മൂടി വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, ഡബിളായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പലകയിലേക്ക് മാറ്റാം. കുറച്ച് മാവ് തൂവിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കിത് രണ്ടാക്കി ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യ ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി പകുതി കൊണ്ടാണ് ഞാനിത് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ പാതി ഭാഗം ഒന്ന് കുഴച്ച് ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്കിത് ഈക്വലായിട്ട് 4 ഭാഗിക്കാം. 4 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നും നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനതെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഉരുളകളെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഓരോ ഉരുളയും എടുത്തിട്ട് പലകയിൽ പൊടി തൂവി ഒന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ഓരോ പീസ് ഇതിനകത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ വറുത്ത ഓരോ പീസും മുട്ടയുടെയും വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ പീസും മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചീസ് കൂടി വെച്ച് കൊടുക്കാം. ഞാൻ മോസറല്ല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ പൊടിച്ച ചീസ് പാക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ചീസ് ബ്ലോക്ക് ആണെങ്കിൽ ഓരോ കഷ്ണം വീതം കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതിയാവും. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് ആയതുകൊണ്ട് കുറച്ച് ലൂസാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒരറ്റത്തുനിന്ന് നമുക്കിത് മടക്കി വെച്ചിട്ട് റോൾ ചെയ്യാം. സൈഡിലുള്ളത് നമുക്ക് ഇപ്പോൾ മടക്കേണ്ട ആവശ്യമില്ല. റോൾ ചെയ്തെടുത്തതിന് ശേഷം താഴെ ഭാഗം ഇതുപോലെ എടുക്കുക. അതിനുശേഷം സൈഡ് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാകും. ഉള്ളിലേക്ക് ഒന്ന് ചുരുട്ടി പ്രസ് ചെയ്ത് വെച്ചാൽ മതിയാകും. 2 ഭാഗവും ലോക്കായി കിട്ടും. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം.
ഇതുപോലെ ഫ്രൈ ചെയ്ത മുട്ട വെച്ചിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. മുട്ട ഇതുപോലെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. സ്ക്വയറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ 4 റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പാത്രത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇത് നമുക്കൊന്ന് അകത്തി വെച്ച് കൊടുക്കാം. ഇനി 15 മിനിറ്റ് നമുക്കിത് നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി വീർത്ത് വരും. അപ്പോൾ തമ്മിൽ മുട്ടാതിരിക്കാനായിട്ട് ഞാൻ ഇതുപോലെയാണ് ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി വലിപ്പമുള്ള പാത്രം എടുക്കട്ടോ ഇത് റെഡിയാക്കി വെക്കാനായിട്ട്. ഇനി നമുക്കൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും കണ്ടോ ഇതെല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വീർത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊരു എണ്ണ തടവിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കുറച്ചുകൂടി വലിപ്പമുള്ള പാത്രത്തിലോട്ടാണ് മാറ്റുന്നത്. എപ്പോഴും ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇത് ബേക്ക് ചെയ്യണതാണ് നല്ലത്. ഞാനിത് ബേക്കിംഗ് ഓവനിലല്ല ബേക്ക് ചെയ്യാൻ പോണത്. ഞാനൊരു ബിരിയാണി പോട്ടിലോ അല്ലെങ്കിൽ അതുപോലുള്ള പാത്രത്തിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്കിതുപോലത്തെ ബണ്ണുണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ ഉണ്ണി നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. പുറത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു വലിയ നോൺ സ്റ്റിക്ക് പാനാണ് ചൂടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഒരു റിങ് ഞാൻ വെച്ചിട്ടുണ്ട്, താഴെ മുട്ടാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ താഴെ ഭാഗം കരിഞ്ഞു പോകും. ഈ റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ടത് മൂടി വെച്ചതിന് ശേഷം 40-45 മിനിറ്റ് ലോ ഹീറ്റിൽ ബേക്ക് ചെയ്യാം. പാത്രത്തിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് ഈ ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഇത് കറക്റ്റായിട്ട് റെഡിയാക്കാനായിട്ടൊരു 48 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ വെക്കുന്ന പാത്രത്തിനനുസരിച്ച് ടൈം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു 40 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് തുറന്നു നോക്കുക. ആ സമയത്ത് ഇതുപോലെ ബ്രൗൺ നിറം ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ബണ്ണ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള 4 റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ബേക്ക് ചെയ്ത പാത്രം ചൂടായി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിതങ്ങോട്ട് വെച്ച് കൊടുക്കാം. വീണ്ടും മൂടി വെച്ചൊരു 45 മിനിറ്റ് ലോ ഹീറ്റിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട്. ചീസ് വെച്ചതൊക്കെ ഉരുകി പുറത്തേക്ക് വന്നേക്കണതാണ് ആ കാണുന്നത്. ഇനി നമുക്കിത് പാനിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. ബേക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് എണ്ണയൊന്നും ഇതിനകത്ത് ചിലവാകില്ല. അപ്പോൾ വളരെ ഹെൽത്തിയുമാണ്, വളരെ സോഫ്റ്റാണിത്. നമ്മൾ പഫ്സൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. പഫ്സിലുള്ളത്രയും എണ്ണയും കൊഴുപ്പൊന്നും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല, ട്രാൻസ് ഫാറ്റ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.